14 സങ്കീർത്തനം 7 വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ആവർത്തന പുസ്തകം 30 അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് നീ തിരിഞ്ഞ്, നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാണ്. അതിന് നാം ചെയ്യേണ്ട കാര്യം, നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നമ്മൾ നടക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നമ്മുടെ സ്ഥിതി എത്ര മോശമാണെങ്കിലും നമ്മുടെ സ്ഥിതി മാറത്തില്ല എന്ന് ലോകത്തിൽ ആരെല്ലാം വിധി എഴുതിയാലും വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നമ്മുടെ തലമുറകളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നമ്മുടെ വരുമാനത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നമ്മുടെ ആരോഗ്യത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നമ്മൾ പാർക്കുന്ന നമ്മുടെ ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്ഥിതി മാറ്റുവാൻ ഒത്തിരി സമയത്തിന്റെ ആവശ്യങ്ങളില്ല. ഒബേദ് ഏദോം എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുചെന്ന് വെക്കുവാൻ ഇടയായി. അവിടെ വായിക്കുന്നത്, 3 മാസം കൊണ്ട് ഒബേദേദോമിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം 3 മാസം ഒബേദേദോമിന്റെ ഭവനത്തിലിരുന്നു. 3 മാസം കൊണ്ട് ഒബേദേദോമിന്റെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി. ഒബേദേദോമിനെ ദൈവം അനുഗ്രഹിച്ച വാർത്ത രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ വരെ എത്തി. ദൈവം ഒരു മനുഷ്യന്റെ സ്ഥിതി മാറ്റിയപ്പോൾ രാജകൊട്ടാരത്തിൽ വരെ എത്തത്തക്ക നിലകളിൽ, വളരെ ശ്രേഷ്ഠമായ നിലയിൽ ആ വാർത്ത ദേശത്തെങ്ങും പരക്കുന്ന നിലയിൽ ഒബേദേദോമിന്റെ ഭവനത്തിന് ദൈവം മാറ്റം വരുത്തി. നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്ഥിതി എത്ര മോശമാണെങ്കിലും, എത്ര ഉയരുകയില്ലെന്ന് ആരെല്ലാം പറഞ്ഞാലും, നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും.